ഇനി നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഒരു വടയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. കുറച്ചധികം പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് കുറച്ചധികം പഴുത്ത പഴം തന്നെ വേണം. ഞാനിവിടെ 3 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 നേന്ത്രപ്പഴം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു നേന്ത്രപ്പഴം ഒരു ബൗളിലേക്ക് മുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. പഴം നന്നായി ഫോർക്ക് വെച്ച് ഉടച്ചതിന് ശേഷം അടിച്ചു വെച്ച പഴം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകം പൊടിച്ചതാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ തേങ്ങ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 1 കപ്പ് മൈദ എടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിച്ച് മൈദ ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ കുറച്ച് ഹാർഡായി പോകും. കാരണം ഈ ഒരു മൈദ ഈ ഒരു പഴത്തിൻ്റെ മിക്സിൽ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ആവശ്യത്തിന് മൈദ ചേർത്താൽ മതി. ആദ്യം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നോക്കിയിട്ട് ബാക്കി മൈദ ചേർത്താൽ മതി. നമ്മുടെ മാവ് ഒരുപാട് അങ്ങ് കട്ടിയാകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വട നല്ല ഹാർഡായി പോകും. അപ്പോൾ ഞാനിവിടെ കുറച്ചായിട്ട് മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മുറിഞ്ഞു വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വടക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതല്ല ഇപ്പം തന്നെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. പക്ഷെ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് കയ്യിൽ വെച്ച് മാവൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കൈയൊന്ന് നനക്കുക. അതിനുശേഷം കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി നോക്കാം. ഇനി വിരലൊന്ന് നനച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കയ്യിൽ വെച്ച് ഇങ്ങനെ വടയാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ചെറുതായി ഒന്ന് നുള്ളിയിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ എങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വടക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് കുറച്ചധികം സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് വെന്ത് വരില്ല. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നന്നായി കളർ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവൻ വടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പഴുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.